നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിഒ പൗലോസ് മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധിച്ച് പെരിഞ്ഞനത്ത് പഞ്ചായത്ത് അംഗങ്ങൾ പ്രകടനം നടത്തി. വിശ്വാസ്യതയില്ലാത്ത പോലീസിനെ ജനം വിലമതിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. മുതിർന്ന CPM നേതാവും മുൻ രാജ്യസഭാംഗവുമായിരുന്ന സിഒ പൗലോസ് മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച മൗനജാഥ തൃപ്രയാർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം PR കറപ്പൻ അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ VR വിജയൻ, KV പീതാംബരൻ, VR ഹരിദാസൻ, UK ഗോപാലൻ, MA ഹാരിസ് ബാബു, ശശി കടവിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ MK രാമചന്ദ്രൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, മഞ്ജുള അരുണൻ, AV സതീഷ്, KA പുരുഷോത്തമൻ, PA ഇബ്രാഹിം, EK സിദ്ധാർത്ഥൻ, KS സുരേഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുപോലുള്ള ആളുകളുടെ വേർപാട് അത് CPM-നോ CITU-നോ മാത്രം ഉണ്ടാകുന്ന ഒരു നഷ്ടമല്ല. കാരണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോട് മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോട് ഇത്രയേറെ ഒരു കൂറ് പുലർത്തിയിരുന്ന ഒരു സഖാവ് വേറെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവെന്ന നിലയിൽ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം വളരെ ചുറുചുറുക്കോടുകൂടി എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരുകയും താഴെത്തട്ടിലുള്ള അണികൾ ഉൾപ്പെടെ സമരസജ്ജരാക്കി പ്രവർത്തന സജ്ജരാക്കി രംഗത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന പ്രവർത്തന മികവ് അതിനേക്കാൾ ഉപരിയായി എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ചടുലമായ അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം തന്നെ നേരിട്ട് കാണാൻ പല സന്ദർഭങ്ങളിൽ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ ആസൂത്രണ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിൽ പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചു. തിങ്കളാഴ്ചയാണ് ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ വെട്ടിച്ചുരുക്കിയതായി സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചത്. 46 ലക്ഷം രൂപയായിരുന്നു ഈ സാമ്പത്തിക വർഷത്തെ പെരിഞ്ഞനം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട്. ഇതിൽ സർവശിക്ഷ അഭിയാനു വേണ്ടി 8 ലക്ഷം, EMS ഭവന പദ്ധതിക്കായി 10.5 ലക്ഷം, അങ്കണവാടിക്ക് 10 ലക്ഷം എന്നിങ്ങനെ മാറ്റിവെച്ചിരുന്നു. ബാക്കിയുള്ള തുകയാണ് ഇതര വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരുന്നത്. ഇവയുടെ പ്രൊജക്ടുകൾ തയ്യാറാക്കി സർക്കാരിന്റെ അംഗീകാരവും നേടിയിരുന്നു. വ്യക്തിതല പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും റോഡ് അറ്റകുറ്റപ്പണി പോലെ പൊതുപദ്ധതികൾക്ക് ടെൻഡർ വിളിച്ച് കരാർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് തുക വെട്ടിക്കുറച്ച അറിയിപ്പ് വന്നിരിക്കുന്നത്. മാത്രമല്ല 17-ാം തീയതിക്കുള്ളിൽ ഏതൊക്കെ പദ്ധതികളിൽ കുറവ് വരുത്തിയെന്ന കൃത്യമായ കണക്ക് സർക്കാരിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. പെരിഞ്ഞനത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ TP രഘുനാഥ്, ഉഷ പ്രകാശൻ, വിനീത മോഹൻദാസ്, സായിദ മുത്തുക്കോയത്തങ്ങൾ, KN അജയൻ, KB അജയ് ഘോഷ്, ബിന്ദു രജിശങ്കർ, മൃദുല ഗിരീഷ്, ശൈലജ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കളഞ്ഞുകിട്ടിയ 20,000 രൂപ തിരികെ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി. തോറ്റമ്പാട്ട് കലാകാരനും കോൺക്രീറ്റ് പണിക്കാരനുമായ പുതുക്കാടൻ വീട്ടിൽ സുരേഷാണ് മാങ്ങാട്ടുകര വഴിയമ്പലത്ത് നിന്നും കിട്ടിയ രൂപ അന്തിക്കാട് പോലീസിൽ ഏൽപ്പിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനായ മണലൂർ പറക്കുളം സ്വദേശി പുത്തൻപുരയ്ക്കൽ തങ്കപ്പന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് തങ്കപ്പൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേസമയം പണം കണ്ടുകിട്ടിയ സുരേഷ് പണവുമായി പോലീസ് സ്റ്റേഷനിൽ എത്തി. ഉടൻ തന്നെ അന്തിക്കാട് അഡീഷണൽ SI വിശ്വമോഹന്റെ സാന്നിധ്യത്തിൽ പണം ഉടമയ്ക്ക് കൈമാറി. കയ്പമംഗലം കേര കർഷക സഹകരണ സംഘത്തിന്റെ കീഴിൽ കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ചെറിയ നിരക്കിൽ വിതരണം നടത്തുക എന്ന വലിയ ഒരു ഭാരിച്ച ചുമതലയാണ് സഹകരണ സംഘം ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുടനീളം സഹകരണ മേഖല വിവിധ മേഖലകളിലേക്ക് എത്തിപ്പിടിക്കുകയാണ്. മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് CN ബാലകൃഷ്ണൻ സഹകരണ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 10,000-ൽ പരം വരുന്ന നന്മ സ്റ്റോറുകൾ ആരംഭിച്ച്
ജനങ്ങൾ നേരിടുന്ന ഇന്നത്തെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയ്ക്കാണ് ഇത്തരം ഒരു ചെറിയ സംവിധാനം നാട്ടിൻപുറങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് സഹകരണ സംഘങ്ങൾ വഴി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംഘം പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷനായി. K സുരേഷ്, വേണു വെണ്ണറ, KV അബ്ദുൾ മജീദ്, BS ശക്തിധരൻ, KG ദിലീപ്, KD നീലാംബരൻ, അനിത ബാബു എന്നിവർ സംസാരിച്ചു. അന്തർ സംസ്ഥാന കഞ്ചാവ് മാഫിയ തലവനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ കുന്നപ്പിള്ളി സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ബോംബെ തലയൻ എന്ന ഷാജിയെയാണ് ഇരിങ്ങാലക്കുട CI TS സിനോജും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. വിവിധ സ്റ്റേഷനുകളിലായി 30ഓളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്ന് കഞ്ചാവ് മൊത്തമായി കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് ഷാജി ചെയ്തിരുന്നത്. കിലോ കണക്കിന് കഞ്ചാവാണ് ഇയാൾ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനിയൊരു ഇടവേള.